ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണം, ആ പഠനം തുടരുവാൻ ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നീണ്ട ആഴ്ചകൾ പല വിഷയങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനുമുള്ള സാവകാശം ദൈവം നൽകി. ഇന്ന് നാം അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് ചില ആലോചനകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഇടയാകുന്നത്. ഏതാനും ചില മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണം എന്ന് പറയുന്നത്. എന്നാൽ ആ ചില മണിക്കൂറുകൾ കൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്ന് നൽകിയതായ ആ ദൈവവചനത്തിൻ്റെ മഹത്വം, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് എത്ര ദിവസവും മണിക്കൂറുകളും ധ്യാനിച്ചാലും പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒന്നാണ്. ഇന്നും അനേക ദൈവഭക്തന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം, ഈ വേദഭാഗങ്ങളൊക്കെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അത് പഠിക്കുവാനുള്ള അവസരമുണ്ടായി. ഈ പഠനം ഇങ്ങനെ തുടരുമ്പോൾ, അതായത് ഈ മാളിക മുറി പ്രഭാഷണം നമ്മുടെ കർത്താവ് അവിടെ തുടരുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പിതാവും തൻ്റെ പുത്രനും നാമും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ ആഴവും അതിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുന്ന ചില വാക്കുകളാണ് കർത്താവിൽ നിന്ന് അവർക്ക് കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ബന്ധങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ട്, ആ ബന്ധങ്ങളുടെ ദൃഢത എന്തിലേക്കാണ് നയിക്കുന്നത്, ആ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക, ഇതൊക്കെയാണ് ആ ചുരുക്കം വാക്കുകളിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നാമും വളരെ വ്യക്തിപരമായും നാം സഭയായും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധവും നാമും നമ്മുടെ ദൈവവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധവും ഒരു ആത്മബന്ധമാണ്. അത് ഒരു ജീവൽ ബന്ധമാണ്. നമുക്കറിയാം, അതൊരിക്കലും അവസാനിക്കാത്തതായ നിത്യമായിരിക്കുന്ന ഒരു ബന്ധമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വമാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ലളിതമായിരിക്കുന്ന ഒരു മാർഗം കർത്താവ് ഇവിടെ ഉപയോഗിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത്. ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ദൈവവും നാമും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധം വളരെ ലളിതമായി മനസ്സിലാകത്തക്കവണ്ണമാണ് കർത്താവ് ആ കാര്യം തൻ്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത് എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനത് എല്ലാം ഇപ്പോൾ വായിച്ച് സമയം കളയുന്നില്ല. ഓരോ വാക്യങ്ങളായിട്ട് വായിച്ച് ചില ആത്മീക സത്യങ്ങളെ അതിൽ നിന്ന് പെറുക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമുക്കറിയാം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അവിടെ നമുക്കറിയാം, പിതാവായിരിക്കുന്ന ദൈവത്തെ ഒരു തോട്ടക്കാരനായിട്ടാണ് കർത്താവ് അവിടെ പറഞ്ഞത്. തന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാണ്. താഴെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, നിങ്ങൾ കൊമ്പുകളും ആകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പിതാവിനെ ഒരു തോട്ടക്കാരൻ എന്ന നിലയിൽ ആണ് ഇവിടെ നമ്മുടെ കർത്താവ്
പരാമർശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു തോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു തോട്ടം നോക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യം അവനാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥനായവൻ, അവനാണ് തോട്ടത്തെ ഉണ്ടാക്കിയവൻ, അവനാണ് തോട്ടത്തെ പരിപാലിക്കുന്നവൻ. ആ തോട്ടത്തിൻ്റെ മേൽ പരമാധികാരി എന്ന് പറയുന്നത് ആ പിതാവായിരിക്കുന്ന ദൈവമാണ്. അവൻ്റെ മേൽ, ആ തോട്ടത്തിൻ്റെ മേൽ സർവ അധികാരവും ഉള്ളത് ആ പിതാവായ ദൈവത്തിനാണ് എന്നുള്ളത് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാം ഇവിടെ ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീക്കം ചെയ്യുവാൻ അവൻ അധികാരമുണ്ട്, ചെത്തി വെടിപ്പാക്കുവാൻ അവൻ അധികാരമുണ്ട്, മുറിച്ചു മാറ്റുവാൻ അവൻ അധികാരമുണ്ട്, അതിനെ ഉണക്കിക്കളയുവാൻ അവൻ അധികാരമുണ്ട്, തീയിലിട്ട് ചുട്ടുകളയുവാൻ അവൻ അധികാരമുണ്ട്. ഇങ്ങനെയെല്ലാം അധികാരമുള്ളവനാണ് തോട്ടക്കാരൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ പിതാവിന് ഈ അധികാരങ്ങളെല്ലാം അവനിൽ നിക്ഷിപ്തമാണ്. വെറുതെ തോട്ടം നോക്കുന്ന ഒരു കാവൽക്കാരൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ എത്രയോ അധികാരമുള്ളവനായ, എല്ലാറ്റിൻ്റെ മേലും കർത്തൃത്വമുള്ളവനായ ഒരുവനാണ് ഈ തോട്ടക്കാരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ തോട്ടക്കാരനെ സംബന്ധിച്ച് ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ തോട്ടക്കാരൻ ആ തോട്ടമുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവർ എന്ത് ചെയ്യണം? ഫലങ്ങൾ കായ്ക്കുന്നവരായി മാറണം. ഫലങ്ങൾ കായ്ക്കണം, അതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആ തോട്ടം വളരെ ഫലപ്രദമായി നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തോട്ടക്കാരന് മഹത്വമുണ്ടാകുവാൻ കാരണമായിട്ട് തീരണം. അപ്പോൾ തോട്ടക്കാരനായിരിക്കുന്ന പിതാവായ ദൈവത്തെ സംബന്ധിച്ച് അവൻ ആ തോട്ടം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിലുള്ള ഓരോ വ്യക്തികളും ഫലം നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നവരാകണം. അതിനാൽ തോട്ടക്കാരന് മഹത്വമുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആ തോട്ടക്കാരൻ്റെ ലക്ഷ്യം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്യമിട്ടതായ ആ തോട്ടക്കാരൻ ഒരു തോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതായ ചില ശ്രമങ്ങൾ, പഴയ നിയമത്തിൽ ചില വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാം ഞാൻ വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ആ കണ്ടൻസ് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, അവൻ അതിന് വേലി കെട്ടി, അതിൻ്റെ കല്ല് പെറുക്കിക്കളഞ്ഞു, നല്ല മുന്തിരിവള്ളിയെ അതിൽ നട്ടു, നടുവിൽ ഗോപുരം പണിതു, ചക്കുമിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. അപ്പോൾ ഒരു മുന്തിരിത്തോട്ടം ആ യജമാനൻ അല്ലെങ്കിൽ ആ തോട്ടക്കാരൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ആരംഭിക്കുക എന്നതായിരുന്നില്ല തൻ്റെ ലക്ഷ്യമായിരുന്നത്. ഫലവത്തായൊരു കുന്നിൻ്റെ മേൽ, അല്ലേ, അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മുന്തിരിവള്ളി നടണം. അതിനുവേണ്ടി എന്താ ചെയ്തത്? അവിടെ ഉള്ളതായ ആ സ്ഥലത്തിൻ്റെ ചുറ്റും വേലി കെട്ടി, അതിൻ്റെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു, എന്നിട്ട് ഒരു ചക്ക് നാട്ടി, ഒരു ഗോപുരം അതിൽ പണിതിട്ട് അവൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ മുന്തിരിവള്ളി വളർന്ന് ഫലം കായ്ക്കണം. അതിന് താഴെ ഒരു വാക്യത്തിൽ, 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആ തോട്ടത്തിൽ ചെയ്യുവാനുള്ളതെല്ലാം ആ തോട്ടക്കാരൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള നമ്മുടെ സഭയുമായിട്ട് നാം കണക്ട് ചെയ്ത് ചിന്തിക്കുവാൻ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അവൻ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ഫലം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ ഫലം പ്രതീക്ഷിക്കത്തക്കവണ്ണമുള്ളതെല്ലാം ചെയ്തിട്ടാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ചുമ്മാ പ്രതീക്ഷിക്കുകയല്ല. നമ്മിൽ നിന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേണ്ടി നാം ഫലം കായ്ക്കുമാറ് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം നമ്മുടെ കർത്താവ് നമ്മിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്ത്? ഫലം പ്രതീക്ഷിക്കുന്നത്.
അത് കായ്ക്കുവാൻ, ആ ഫലം പുറപ്പെടുവിക്കുവാൻ നാം വളരെ കടപ്പാട് ഉള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി 80-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിലും ഇതിന് സമാനമായ ഒരു കാര്യം അവിടെയും കാണുന്നുണ്ട്. അതിൻ്റെ ആ സങ്കീർത്തനം എഴുതുവാനുണ്ടായ സന്ദർഭമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു ആശയത്തെ മാത്രം മുൻപിൽ വെക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെയും വായിക്കുന്നത്, മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, അതിന് തടമെടുത്തു, അത് ദേശത്ത് വേരൂന്നി വളർന്നു, അത് സമുദ്രം വരെയും നദി വരെയും എല്ലാം നീണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എന്നെ ശ്രദ്ധിച്ച ഒരു വാക്യം അതാണ്, നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. അപ്പോൾ ഈ പാട് കഴിച്ച് ഇത്രമാത്രം അധ്വാനം ചെയ്ത് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് തടമെടുത്ത് വേലി കെട്ടി ചക്കം നാട്ടി അതിന് ഗോപുരവും പണിത് ഇത്രമാത്രം കഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ അവിടെ വായിച്ചതുപോലെ, നിന്റെ വലങ്കൈ നട്ട തൈ, നീ നിനക്കായി വളർത്തിയ തൈ. അപ്പോ ഈ തോട്ടത്തിൽ നടപ്പെട്ടത് ഓരോന്നും ദൈവം തൻ്റെ വലങ്കൈയാൽ നടപ്പെട്ടതാണ്. അത് ഓരോന്നിനെയും നാം വായിച്ചതുപോലെ തനിക്കായി വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പോൾ താൻ നട്ടതും തനിക്കായി വളർത്തുന്നതുമായ ഓരോ വ്യക്തിയിൽ നിന്നും പിതാവായ ദൈവം ഫലം പ്രതീക്ഷിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ എന്ന് നാം ചിന്തിക്കുവാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം ഓർക്കുക, നാം എല്ലാവരും തന്നെ ഓരോരുത്തർ ഇവിടെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, ഓരോ വ്യക്തികളും ഫലം കായ്ക്കണം. ഞാൻ അതിലേക്ക് പിന്നാലെ വന്നുകൊള്ളാം. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം ഒരു തോട്ടമുണ്ടാക്കിയപ്പോൾ ആ തോട്ടത്തെ കുറിച്ചുള്ളതായ തൻ്റെ ലക്ഷ്യം, താൻ തന്നെ നട്ടത്, തനിക്കായി വളർത്തിക്കൊണ്ടുവന്നത്, താൻ ഒരു നല്ല ഫലം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഫലം പ്രതീക്ഷിക്കുമ്പോൾ ചുമ്മാ പ്രതീക്ഷിക്കുകയല്ല, അതിനു വേണ്ടി ചെയ്യേണ്ടതെല്ലാം എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി നൽകിക്കൊണ്ടാണ് താനത് പ്രതീക്ഷിച്ചത്. ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അപ്പോൾ ഇത് നാം ഓർക്കുക. ഇനി നമ്മോടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് വന്നിട്ട് മുൻപോട്ട് പോകാം. ഒരു സഭ എന്ന് പറഞ്ഞാൽ ഇത് ആരുടേതാണ്? അത് ദൈവത്തിൻ്റെതാണ്. ഈ കൂട്ടത്തിൽ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ സഭയുടെ പരമാധികാരി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം എന്തിനാണ് നമ്മെ ഈ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് താൻ തൻ്റെ വലങ്കൈ കൊണ്ട് തൻ്റെ സഭയിൽ നമ്മെ നട്ടത് എന്തിനാണ്? തൻ്റെ സഭയിൽ അവൻ തനിക്കായി നമ്മെ വളർത്തുന്നതാണ്. എന്താണ് ലക്ഷ്യം? സഭയിലുള്ളതായ ഓരോ വ്യക്തികളും കർത്താവിന് വേണ്ടി അവനിൽ എന്ത് ചെയ്യണം? അവനിൽ ഫലം കായ്ക്കുവാൻ വളരെ ആവശ്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് എന്താണ്? എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അവിടെ കർത്താവ് പറയാണ്, എന്നിൽ കായ്ക്കാത്തത് എന്നുള്ളത് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. അപ്പോ എന്നിൽ ഫലം കായ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ദൈവം ഇങ്ങനെ തോട്ടം ഉണ്ടാക്കിയത്? എന്നിൽ നിങ്ങൾ ഫലം കായ്ക്കണം. അവിടെ ആ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കൊമ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഓരോ കൊമ്പിനും ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരു കൊമ്പായിരിക്കുന്ന ഞാൻ മാത്രം ഫലം കായ്ച്ചത് കൊണ്ട് ഭർത്താവ് ഫലം കായ്ക്കുന്നുണ്ടല്ലോ, ഭാര്യയായ കൊമ്പിന് ഫലം കായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഭാര്യ ഫലം കായ്ക്കുന്നുണ്ടല്ലോ, എന്നിൽ അല്പം കുറവ്, സാരമില്ല. മാതാപിതാക്കന്മാർ ഫലം കായ്ക്കുന്നുണ്ടല്ലോ, മക്കളായി ഞങ്ങൾ അത്രയും ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. നമ്മെ ഓരോരുത്തരെയുമാണ് ദൈവം രക്ഷിച്ചത്. ഓരോരുത്തരെയുമാണ്, ഓരോ തൈയിനെയും ദൈവമാണ് തൻ്റെ വലം കൈ കൊണ്ട് നട്ടത്.
അപ്പനെ കണ്ടുകൊണ്ട് അമ്മയെ നട്ടിട്ടില്ല ദൈവം. മക്കളെ കണ്ടുകൊണ്ട് മാതാപിതാക്കന്മാരെ നട്ടിട്ടില്ല ദൈവം. അപ്പോൾ ഓർക്കേണ്ട വലിയ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സത്യം, എൻ്റെ ദൈവത്തിന്റെ തോട്ടത്തിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം തന്റെ വലങ്കയ്യാൽ എന്നെ നട്ടതാണ്, മറ്റാരുമല്ല എന്നെ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൻ ഫലം കായ്ച്ചാൽ മതി, അമ്മ ഫലം കായ്ച്ചാൽ മതി, മക്കൾ മതി, മാതാപിതാക്കൾ മതി, സഹോദരൻ മതി, എനിക്കതിന് ഉത്തരവാദിത്വമില്ല, ഞാനിങ്ങനെ എവിടെയെങ്കിലും വളഞ്ഞുകൂടി ഇരുന്നോളാം എന്നുള്ള ചിന്താഗതി നാം നമ്മിൽ നിന്ന് മാറ്റിയേ മതിയാകൂ. എല്ലാവരും ഫലം കായ്ക്കണം, ഓരോരുത്തരും അത് ഉണ്ടാകണം എന്നാണ് നാം വായിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത് പോലെ എന്നിൽ ഓരോരുത്തരും ഫലം കായ്ക്കണം. എന്താ ഈ ഫലം കായ്ക്കുക എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അവിടെ താഴെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്കറിയാം, കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം. ഞാനത് പിന്നാലെ വിശദീകരിക്കാം, പഠനത്തിന്റെ അതിലേക്ക് മുൻപോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാക്ക് ഞാൻ പറയാം. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്ന് പറഞ്ഞാൽ, നാം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി ആയിരിക്കുന്ന കർത്താവിൻ്റെ അതേ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനോട് ചേർന്ന് നിന്ന് അവന്റെ സ്വഭാവത്തെ നമ്മിലൂടെ വെളിപ്പെടണം. അതാണ് ഫലം. ആ ഫലം പുറപ്പെടുവിക്കുവാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ആ വേല ചെയ്യുന്നു, ഞാൻ ആ കാര്യം നിർവഹിക്കുന്നു, എൻ്റെ കുടുംബത്തിലുള്ളവർ അത് ചെയ്യാതെ ഞങ്ങളുടെ അപ്പനത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവനിൽ വസിച്ച് നമ്മുടെ വായിക്കുന്ന എൻ്റെ വചനം നിങ്ങളിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വചനം നമ്മുടെ തലച്ചോറിൽ ഉണ്ടായാൽ എന്നാണോ അതിന്റെ ആശയം? ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ എന്നാണോ അതിന്റെ ആശയം? പിന്നെ എന്താണ് അതിന്റെ ആശയം? ഈ വചനത്തെ ഞാനും നിങ്ങളും അംഗീകരിച്ച് ആ വചനപ്രകാരമുള്ളതായ ജീവിതം നയിക്കുമ്പോഴാണ് എന്നുണ്ടാകുന്നത്. അതാണ് ഫലം എന്ന് പറയുന്നത്, അതാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് മുന്തിരി വള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവൻ എല്ലാറ്റിൻ്റെയും നിറവാണ്, അല്ലേ? അവൻ എല്ലാറ്റിൻ്റെയും നിറവാണ്. ആ മുന്തിരി വള്ളി ശൂന്യമായതല്ല. ആ മുന്തിരി വള്ളി എവിടെയെങ്കിലും ഉടക്കോ ഞെരുക്കമോ അല്ലെങ്കിൽ പിളുങ്ങിയിരിക്കുന്നത് പോലെയോ ഞെങ്ങിയിരിക്കുന്നതൊന്നുമല്ല. അത് എല്ലാം നിറഞ്ഞു തുടുത്തു നിൽക്കുന്നതാണ്. ആ മുന്തിരിവള്ളിയിലുള്ളതായ ഓരോ ശാഖകളും ഓരോ കൊമ്പുകളും അവയോട് ചേർന്നിരുന്നാൽ, അവനോട് ചേർന്നിരുന്നാൽ, മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നാൽ ആ കൊമ്പുകൾക്കും എങ്ങനെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ? അതുപോലെ തടിച്ച് കൊഴുത്ത് ഫലഭൂയിഷ്ടമായിട്ട് തന്നെ ഇരിക്കാനേ സാധ്യമാകുള്ളൂ. നാം അത് മനസ്സിലാക്കണം. എൻ്റെ ജീവിതം, ഞാൻ ഇന്ന് എൻ്റെ കർത്താവിലാണെങ്കിൽ വാസ്തവത്തിൽ ഞാൻ ഇന്ന് അവന് വേണ്ടി ഫലം കായ്ക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ നാമം, അവന്റെ സ്വഭാവം അത് എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? യോഹന്നാന്റെ ലേഖനം പഠിച്ചപ്പോൾ അവിടെ ഒരു വാക്കുണ്ടല്ലോ, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, അവന്റെ ദിവ്യമായിരിക്കുന്ന ആ സ്വഭാവം നമ്മിലേക്ക് പകരുമ്പോൾ മാത്രമാണ് നാം ഫലം പുറപ്പെടുവിക്കുന്നവർ എന്ന് പറയുന്നത്. ഞാൻ കേവലം പ്രസംഗിച്ചത് കൊണ്ട് അവനെ വെളിപ്പെടുത്തണം എന്ന് നിർബന്ധമില്ല. ഞാൻ മറ്റെന്തെങ്കിലും പുറമേയുള്ളതായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അത് അവന് വേണ്ടി ഫലം കായ്ക്കുന്നതാണ് എന്ന് പറയുവാനായിട്ട് നിവൃത്തിയില്ല. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി എൻ്റെ ജീവിതം കാണുന്നവർ, എന്നെ കാണുന്നവർ, കർത്താവിനെ കാണുന്ന അവന്റെ ആ സ്വഭാവം എന്നിലൂടെ മനസ്സിലാക്കുന്ന പൗലോസ് പറയുന്നത് പോലെ, നിങ്ങളാണ് ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങൾ. നമ്മെ വായിക്കണം. ആരെ വായിക്കണം? നമ്മിലൂടെ ക്രിസ്തുവിനെ വായിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴാണ് കർത്താവ് പറഞ്ഞതുപോലെ
ഫലം കായ്ക്കുന്നതായ അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നതായ ഉത്തരവാദിത്വം, അവനെ വെളിപ്പെടുത്തുന്നതായ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അത് ഏതെങ്കിലും ചിലരിൽ മാത്രം നിക്ഷിപ്തമല്ല. അത് പ്രായമുള്ളവരിൽ, മൂപ്പന്മാരിൽ, സഭാ ശുശ്രൂഷകന്മാരിൽ മാത്രം നിക്ഷിപ്തമല്ല. ഇവിടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു ദൈവമക്കൾ എന്ന് പറയുന്ന ഓരോരുത്തരിലും അത് നിർബന്ധമായും ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. അപ്പോൾ പ്രിയമുള്ളവരെ, നാം അവനിൽ ഫലം കായ്ക്കണം. ഇതെങ്ങനെയാ സാധിക്കുക? അവനിൽ ഫലം കായ്ക്കുവാനായിട്ട് എങ്ങനെയാ സാധിക്കുക? എൻ്റെ ബുദ്ധി കൊണ്ട് കഴിയുമോ? എൻ്റെ കഴിവിനാൽ അത് സാധിക്കുമോ? എൻ്റെ അറിവിനാൽ അത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. 4-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എന്നിൽ വസിക്കുക. Abide in me, stay joined to me. നിങ്ങൾ എന്നിൽ വസിക്കുക, നിങ്ങൾ എന്നിൽ തുടരുക. ദൈവം നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? തൻ്റെ വലം കൈ കൊണ്ട് നമ്മെ നട്ടിരിക്കുകയാണ്. അവൻ നമ്മെ അവിടെ നട്ടിരിക്കുകയാണ്. കർത്താവിനോട് ചേർത്ത് നമ്മെ നിർത്തിയിരിക്കുകയാണ്. സാക്ഷാൽ മുന്തിരിവള്ളിയായ ട്രൂ വൈൻ, സാക്ഷാൽ സത്യത്തിൽ മുന്തിരിവള്ളിയായവനെ അവനോട് ചേർത്ത് പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ വലങ്കരത്താൽ നട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലോക സ്ഥാപനത്തിന് മുൻപേ, ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. അപ്പോൾ അത്രമാത്രം ഉന്നതമായ ഒരു നിലവാരത്തിൽ പുത്രനോട് കൂടെ ഒരു തോട്ടക്കാരൻ എന്ന നിലയിൽ പിതാവായ ദൈവം നമ്മെ ചേർത്ത് നിർത്തിയിരുന്നിട്ട് നിങ്ങൾ ഫലം കായ്ക്കണം. അതിനെങ്ങനെ സാധിക്കുമെന്ന് കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുക, എന്നിൽ നിങ്ങൾ തുടരുക. സ്റ്റേ ഇൻ, അവിടെ വായിക്കുന്നത് സ്റ്റേ ജോയിൻ ടു മീ. എന്നിൽ എന്നും നിങ്ങൾ ഇങ്ങനെ തുടരുക. നിങ്ങൾ എന്നിൽ ഇങ്ങനെ തുടർമാനമായി, കണ്ടിന്യൂ ആയി നിങ്ങൾ എന്നിൽ തുടരുക. നമ്മൾ പറയും, പിന്നെ ആരില? ഞങ്ങൾ കർത്താവില, ഞങ്ങൾ കർത്താവിൽ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ വേറെ ഒന്നും പോയിട്ടില്ല എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പിന്നാലെ അതൊക്കെ വിശദീകരിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, നാം അവനിൽ വസിക്കുമ്പോൾ, അവനോട് പറ്റി നിൽക്കുമ്പോൾ, അവനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ഫലമുണ്ടാകുക. ഈ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? ഏത് ഫലം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നതിൽ ഞാനും നിങ്ങളും ഇന്ന് എന്തുമാത്രം വിജയിക്കുന്നു. കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ, അവനെ സാക്ഷിക്കുന്നതിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം എത്ര അവനെ മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവനെ വെളിപ്പെടുത്തുന്നു, അവനെ തെളിയിക്കുന്നു. അതിന് കഴിയുന്നില്ലെങ്കിൽ, അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? അവനിലുള്ള വാസം, അവനോടുള്ള ചേർന്നിരിപ്പ് കുറവാണ് എന്ന് പറയുമ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അവനോട് ചേർന്നിരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര വിപത്താണ് കേട്ടോ, ഭയങ്കരമായ നാശമാണ്. അവനോട് ചേർന്നിരിക്കുക, അവനിൽ പറ്റിയിരിക്കുക. നമുക്ക് കുറെ നാളൊക്കെ കഴിയുമ്പോൾ തോന്നും, ഞാനിപ്പോ എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട, കർത്താവിനോട് മാത്രം പറ്റിയിരുന്നാൽ മതി. കാരണം എന്താണ്? തോട്ടക്കാരനായ പിതാവായ ദൈവം നിന്നെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത് ഈ കർത്താവിന്റെ കൂടെയെങ്കിൽ അതിനേക്കാൾ എന്ത് മഹത്വമാണ് പറയാനുള്ളത്? അവന് വേണ്ടി ഫലവത്താകണം. അവനോട് കൂടെ നിൽക്കുവാൻ നമുക്ക് വളരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്തിനാ അവനോട് പറ്റി നിൽക്കേണ്ട പ്രാധാന്യം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? എന്നിൽ വസിക്കണം എന്ന് കർത്താവ് പറയാൻ കാരണം എന്താ? അല്ല, ആ വേദഭാഗത്ത് നാം ശ്രദ്ധിച്ചു വായിക്കുന്ന 4-ാമത്തെ വാക്യത്തിൽ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക്
അതുകൊണ്ടാ വസിക്കാൻ പറഞ്ഞത്, കൂടെ ഇരിക്കാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും കൂടെ ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് മുന്നോട്ട് പോവും. അല്പം പ്രാർത്ഥിക്കാൻ അറിയാം, അല്പം വചനം ശുശ്രൂഷിക്കാൻ അറിയാം, അല്പം പാട്ട് പാടാനൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ഇതിലൊക്കെ നാം തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്താം, അവനോടുകൂടെ വസിച്ചാൽ മാത്രമാണ് ഫലം കായ്ക്കാൻ പറ്റൂ. കാരണം കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി കഴിയില്ല. അതിന്റെ 6-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അല്ല, അതിന്റെ 5-ാം വാക്യത്തിൽ ഒരുത്തൻ 5-ാം വാക്യത്തിൽ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അതിന്റെ ഒടുവിൽ വായിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് നമുക്കറിയാം. പക്ഷെ നാം പലതും ചെയ്യുന്നത് അവനെ വിട്ടുമാറിയ, നാം പലതും ചെയ്യുന്നത് അവനിൽ നിന്ന് മാറി നിന്നിട്ടാ. അവനോട് കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല, അവനോട് ചേർന്നിരിക്കാൻ നമുക്ക് താല്പര്യമില്ല. മറ്റ് പലതിനും വേണ്ടി നാം സമയങ്ങളും നമ്മുടെ ബുദ്ധിയും കഴിവും ആരോഗ്യവും എല്ലാം പ്രയോഗിക്കുമ്പോൾ നഷ്ടമാകുന്നത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നതാണ്. നമ്മെ കുറിച്ചുള്ള ദൈവിക ലക്ഷ്യം എന്താണ്? എന്താ ലക്ഷ്യം? അവന് വേണ്ടി കായ്ക്കുക, അവന് വേണ്ടി കായ്ക്കുക. അതായിരിക്കണം ദൈവത്തിന്റെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കുവാൻ വേറെ ഒരു കുറുക്കു വഴിയുമില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവനിൽ വസിക്കുക, അവനോട് ചേർന്നിരിക്കുക. ഇത് സത്യമായ ദൈവവചനമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ദൈവത്തോട് ചേർന്നിരിക്കുക, അവനാക്കിയിട്ടുള്ള സ്ഥാനത്ത് അമർന്നിരിക്കുക, അവനോട് പറ്റിയിരിക്കുക. എന്നാൽ മാത്രമേ അവനെ വെളിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് പങ്കുവഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. തോന്നിയിടത്തെല്ലാം പോയിരുന്ന് തോന്നിയതുപോലെ ജീവിച്ചാൽ ഈ കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടും, സഭ പരാജയപ്പെടും. അതുകൊണ്ട് നാം വളരെ ഈ നാളുകൾ ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാനായി കഴിയുകയില്ല. നാം അവനിൽ തുടരണം, അവനിൽ ഫലം കായ്ക്കണം. അതിന്റെ കാരണം കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് സ്വയമായി ഒന്നും കഴിയില്ല. അടുത്തത് 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് എന്തും കൂടെ പ്രതീക്ഷിക്കുകയാണ്. കേവലം ഫലം മാത്രമല്ല, അധികം, മോർ ഫ്രൂട്ട്. എന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ ഒരെണ്ണം പൊട്ടിച്ചെടുക്കാനുണ്ടല്ലോ. അല്ല, എന്താ വേണ്ടത്? അധികം ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം. അതിനു വേണ്ടി അവൻ ചെയ്യുന്ന കാര്യം, ആര് ചെയ്യുന്ന കാര്യം? ഈ തോട്ടക്കാരൻ ചെയ്യുന്ന കാര്യം. തോട്ടക്കാരൻ വന്ന് ആ മുന്തിരി തോട്ടത്തിലേക്ക് നോക്കുമ്പോ ഫലമുണ്ട്, നല്ലതാ. പക്ഷേ എന്തില്ല? ഫലം, കൂടുതൽ ഫലങ്ങൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നാം ഇവിടെ വായിച്ചതുപോലെ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അവിടെയും നാം വായിക്കും, അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എവറി ബ്രാഞ്ച് എന്നാണ്. ഓരോ കൊമ്പിനെയും അവൻ എന്ത് ചെയ്യും? പ്രൂൺ ചെയ്യും. ഓരോ കൊമ്പിനെയും. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, നമ്മെ എന്നെങ്കിലും ദൈവം പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൂണിങ് എന്ന് പറയുന്ന ആ പ്രക്രിയ വേദന ഉണ്ടാക്കുന്നതാണ്, അത് നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ശാരീരികമോ മാനസികമോ ആത്മീകമോ ആയിരിക്കുന്ന ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ വേദനയുടെ, കഷ്ടപ്പാടുകളുടെ അനുഭവത്തിലൂടെ, നഷ്ടങ്ങളുടെ ഒക്കെ അനുഭവത്തിൽ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, ഇത് ദൈവം ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നതാണ്? അവനെ ചെത്തുന്നതാണ്. ഈ മാവൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊള്ളലും വിള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ആ പൊള്ളിയതിനേക്കാളും അല്പം കൂടെ കയറ്റി വെച്ച് ചെത്തിക്കളഞ്ഞ് മറ്റെന്തെങ്കിലുമൊക്കെ അവിടെ നമ്മൾ
വെച്ച് കെട്ടുകയാണ്. നമുക്ക് അതിന്റെ വേദന അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. എന്നാൽ പിതാവായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും എന്തു ചെയ്യും? നമ്മെ പ്രൂൺ ചെയ്യും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നീക്കിക്കളയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞോളാം, അവിടെ ഒടുവിൽ പറഞ്ഞോളാം. നീക്കിക്കളയുമ്പോ ഒരു വ്യക്തിയെ, തന്നിൽ വസിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം നീക്കിക്കളയുമ്പോൾ ഒരുപക്ഷെ നീക്കപ്പെടുന്നവർക്കോ മറ്റുള്ളവർക്കോ അത് അത്രമാത്രം വെളിപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ദൈവം എന്നെ നീക്കിയിട്ടുണ്ടോ ആർക്കറിയാം? ഇത് അനേകർക്ക് അറിഞ്ഞുകൂടാ, അജ്ഞാതമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ പറയാം, ദൈവം ഒരു വ്യക്തിയെ പ്രൂൺ ചെയ്താൽ അതെല്ലാവരും അറിയും. ദൈവം എന്നെ ഒരു ശോധനയിലൂടെ, കഷ്ടത്തിലൂടെ കടത്തിവിടുന്നത് പൊതുവിൽ ഇതെല്ലാവരും അറിയും. പൊതുവിൽ കമന്റ് പറയുന്നത് എന്തായിരിക്കും? അത് പുള്ളിക്കാരൻ ചെയ്ത എന്തോ കുരുത്തക്കേട് കൊണ്ട് ഉണ്ടായേക്കണം. എന്നാൽ ഈ വേദവചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെയും സംഭവിക്കാം, അതില്ല എന്നല്ല. ദൈവത്തിന് വേണ്ടി നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ, അവനെ പ്രദർശിപ്പിക്കുന്നതിൽ, അവന്റെ മഹത്വത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നതിൽ നാം മുൻപിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി നാം എന്ത് ചെയ്യും? അവൻ ചെത്തി വെടിപ്പാക്കും. ഈ പ്രൂണിങ് എന്ന് പറയുന്ന ആ വാക്കുകളുടെ ചില അർത്ഥമൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്, ഈ അധികപ്പറ്റായതിനെ, ഉപരിപ്ലവമായതിനെ വെട്ടി ഒതുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമായിട്ട് നമ്മിൽ വളരുന്നതായ ഉപരിപ്ലവമായ കാര്യങ്ങളെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് അങ്ങ് മുറിച്ചു മാറ്റുന്നു. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, ചില വരുമാനങ്ങളായിരിക്കാം, ചില സ്വഭാവങ്ങളായിരിക്കാം. ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്യും? അങ്ങ് മുറിക്കും. ആ മുറിക്കുമ്പോ അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് നഷ്ടത്തിലേക്ക് പോകുന്നതായ കാര്യമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ കട്ട് ചെയ്യുന്നത്, ഈ എന്നെ ഒതുക്കുന്നത് എന്തിനാണ്? അധികം ഫലം കർത്താവിന് വേണ്ടി ഞാൻ കായ്ക്കുവാൻ വേണ്ടിയാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം നാം കായ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളൊക്കെ ചിലപ്പോ അങ്ങ്, നാം കൊരിന്ത്യ ലേഖനത്തിൽ അങ്ങനെയല്ല വായിക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന ചിന്തകൾ, ദൈവികമായ ആ ജീവിതത്തിന് നിരക്കാത്തതായ ചില സ്വഭാവങ്ങൾ, അതിനെല്ലാം കർത്താവ് എന്ത് ചെയ്യണം? നമുക്കറിയാം, ഇപ്പൊ ഈ മുന്തിരിത്തോട്ടമൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുള്ളവരാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് പാവലും പയറ്, ഇതൊക്കെ നമ്മൾ, പടവലൊക്കെ നമ്മൾ വളർത്തുന്നവരാണ്. കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തണ്ട് വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കാണാൻ നല്ലതാ, പക്ഷെ എന്തില്ല, അത് പിന്നെ ഫലം കായ്ക്കില്ല. നമ്മളെപ്പോൾ അതിനെന്ത് ചെയ്യും? അറിയാൻ പാടില്ല, കട്ട് ചെയ്ത് കളയും. ലിഡുവിനോട് അറിയാൻ പാടില്ല, കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ ഒരു കട രണ്ട് കട കയറ്റണ പോലെയല്ല, ഒരു വിശാലമായ ഒരു തോട്ടത്തിലേക്ക് ആ തോട്ടം വെട്ടി ഒതുക്കി ആ യജമാനൻ നിർത്തി കഴിയുമ്പോൾ, ആ തോട്ടക്കാരൻ അതെല്ലാം വെട്ടി ഒതുക്കി കഴിയുമ്പോൾ ആ തോട്ടത്തിലേക്ക് നോക്കിയാൽ വളരെ ഭംഗിയാണ്. അത് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെന്ന് നോക്കിയാൽ എന്തറിയാം? നിറയെ ഫലം കായ്ച്ചു കിടക്കുന്ന മനോഹരമായ ഒരു തോട്ടമായിട്ട് അത് മാറി കിടക്കുന്നതും കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പ്രൂണിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രൂണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. ഇനി അതെപ്പോൾ സംഭവിക്കുമെന്നല്ലേ? അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾ കർത്താവ് അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മാളിക മുറിയിൽ അവിടെ പ്രൂണിങ്ങാ നടക്കണേ.
ഇവരൊക്കെ ഏതാണ്ട് വലിയ വലിയ ആളുകളായിരുന്നു എന്ന് ഇവരുടെ ധാരണയായിരുന്നു. പക്ഷേ കർത്താവ് അവിടെ ഇരുന്ന്, മക്കളെ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവനാ, വീണ്ടും പിതാവിന്റെ അടുക്കൽ പോകുന്നവനാ, പിതാവ് എനിക്ക് സകലവും തന്നിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ കർത്താവാണ് താഴെ ഇറങ്ങി ഒരു അടിമയ്ക്ക് തുല്യമായിട്ട് അവരുടെ കാലുകൾ കഴുകിയത്. അതുപോലെ എത്രയോ പ്രവർത്തികൾ, എത്രയോ ഉപദേശങ്ങൾ അവരുടെ മുൻപാകെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നു? എന്താ സംഭവിച്ചത്? ഈ ശുദ്ധീകരണം, ഈ പ്രൂണിങ് നടന്നത്. അവരുടെ ജീവിതത്തിലെ തൂങ്ങിക്കിടന്നതായ അനാവശ്യമായിരിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങളെ താനേ 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 അത് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴാ സംഭവിച്ചത്? ദൈവവചനം എന്ന വാളിന്റെ മുൻപാകെ ആ ശിഷ്യന്മാർ ഇരുന്ന സമയത്താണ്. ഇബ്രാലേഖനം 4:12 നാം എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പോൾ ദൈവവചന ശുശ്രൂഷയെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഈ പ്രൂണിങ് നടക്കണ്ട വല്ലതും. എന്റെ അത് അവിടെ കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ സ്വഭാവത്തെ മാറ്റാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കിതൊന്നും വിട്ടുമാറാൻ പറ്റില്ല, ഈ ഗതിക്ക് പോയിട്ട്, ഈ നിലയിൽ പോയിട്ട് ഫലം വല്ലതും കായ്ക്കുന്നെങ്കിൽ കായ്ച്ചാ മതി. ഇതൊക്കെ നമ്മുടെ ചിന്ത. അത് അപകടകരമാണ്. അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ദൈവവചനത്തിന്റെ കേൾവിയിങ്കൽ, ദൈവവചനത്തിന്റെ വായനയിങ്കൽ ഇതൊക്കെ വല്ലതും ഉണ്ടോ? ഇന്ന് വചനം കേൾക്കാനൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. ഇത് വായിക്കാനും താല്പര്യമില്ല, ഇത് ധ്യാനിക്കാനും താല്പര്യമില്ല, പിന്നെ അല്ലേ അനുസരിക്കാൻ താല്പര്യം. ഇന്നെല്ലാം ഒരു എന്താ പറയുന്നേ, ഒരു ഓളത്തിന് ഇങ്ങനെ അങ്ങ് പോവുക. അങ്ങനെയല്ല വേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാണ്. നിങ്ങളിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ പ്രൂണിങ്, ഈ ചെത്തിമാറ്റല്, ഈ ശുദ്ധീകരണ പ്രക്രിയ നിങ്ങളിൽ അത് തുടർമാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധി ഉള്ളവരാണ്. ഞാൻ പറയാം, ഈ പ്രൂണിങ് നമ്മിൽ നടക്കുന്നില്ല എങ്കിൽ അധികം ഫലം കായ്ക്കുമെന്ന് ആരും സ്വപ്നം കാണണ്ട. ചോദ്യം ഇതാണ്, ഇന്ന് പോകുന്ന പോക്ക് പോയാ മതിയോ, അതോ എനിക്ക് അധികം ഫലം കായ്ക്കണം? എന്താ വേണ്ടത്? അധികം ഫലം കായ്ക്കണമെങ്കിൽ നമ്മിൽ പ്രൂണിങ് ഉണ്ടായേ പറ്റൂ. നമ്മിൽ ഈ വിശുദ്ധീകരണം ഉണ്ടായാൽ മാത്രമേ മതിയാകയുള്ളൂ. നമ്മിൽ രൂപാന്തരങ്ങൾ സംഭവിച്ചാലേ മതിയാകയുള്ളൂ. നാം തന്നെ ഏതാണ്ട് നമ്മളൊക്കെയാണ് എന്ന് പുറമേ കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പലതും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളല്ല, ദൈവം തന്നെ അതിനെ മുറിച്ചു മാറ്റണം. ആ മുറിച്ചു മാറ്റാൻ ഈ തോട്ടക്കാരനെ നമ്മൾ അനുവദിക്കുവാനായിട്ട് വളരെ ആവശ്യമുണ്ട്. ഇനി വിശദീകരിക്കുന്നില്ല, മുൻപോട്ട് പോകട്ടെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെ നമ്മളിൽ ഈ പ്രൂണിങ് നടന്ന് അധികം ഫലം നമ്മൾ കായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണ്? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നാം അത് നേരത്തെ ചിന്തിച്ച കാര്യമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അധികം ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഉത്തരവുണ്ട്. അധികം ഫലം കായ്ക്കുന്ന കർത്താവിന് വേണ്ടി ഈ നിലയിൽ നിരന്തരമായി ഫലങ്ങൾ കായ്ച്ച് പ്രൂണിങ് എന്ന് പറയുന്നതായ ആ പ്രോഗ്രാമിൽ ഇടപെട്ട് ദിനംതോറും വ്യക്തിപരമായി ഞാനും നിങ്ങളും വിശുദ്ധീകരണത്തിൽ ഏർപ്പെട്ട് മുൻപോട്ട് പോകുമ്പോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയും ഉണ്ട്. അടുത്തത് 8-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവനാമം മഹത്വപ്പെടണമെന്നാണോ? അതോ ഞാൻ ഏതാണ്ട് വലിയ ആളാണെന്നുള്ള മട്ടിൽ ഉപരിപ്ലവമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണോ?
ഓർക്കുക, അതിനാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയില്ല. എനിക്ക് ചിലപ്പോൾ മഹത്വം കിട്ടിയേക്കാം, നമുക്കും പേരും പ്രശസ്തിയൊക്കെ കിട്ടിയേക്കാം. പക്ഷെ അവിടെ ലജ്ജിച്ചു പോകുന്ന നാമം നമ്മുടെ ദൈവത്തിന്റെ നാമമായിരിക്കും. അതുകൊണ്ട് നാം അധികം ഫലം കായ്ച്ചാൽ അതിന്റെ ഗുണം യജമാനനാണ്, തോട്ടക്കാരനാണ്. നമുക്കറിയാം, ഒരു പ്രദേശത്ത് മനോഹരമായിരിക്കുന്ന ഒരു തോട്ടമുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും, ഇത് ആരുടെ തോട്ടം? ചോദിക്കില്ലേ? അപ്പോൾ അതിന്റെ മഹത്വം ആർക്കാ? അത് ഇന്നാരുടെയാണ്. എന്നാൽ കാട് പിടിച്ചൊരു തോട്ടം കിടന്നാലോ, ഇതാരുടെ പറമ്പ്? അപ്പൊ ഇന്നാരുടെ. എന്റെ പ്രിയമുള്ളവരെ, എന്നിലേക്ക് നോക്കി, എന്റെ വീട്ടിലേക്ക് നോക്കി, നാം ആയിരിക്കുന്ന ഈ കൊച്ചു കൂട്ടത്തിലേക്ക് നോക്കി ദൈവത്തിന് എന്ത് സാക്ഷ്യമാണ് പറയാനുള്ളത്? അല്ല, ചുറ്റുമുള്ളവർക്ക് എന്താണ് നമ്മെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നാം ഇത് ചിന്തിക്കണം. വെറുതെ നമ്മൾ വാചകമടിച്ചിട്ടൊന്നും കാര്യമില്ല. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കണം. അധികമായി ഫലം കായ്ക്കുവാൻ നാം ശക്തി വെടിപ്പാക്കുന്ന ആ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കൂ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അധികം ഫലം കായ്ക്കണം. കർത്താവേ, ചെത്തിക്കളയേണ്ടത് ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെത്തിത്താ കർത്താവേ, എന്നെ നീ ഒന്ന് ചെത്ത്, ഞാൻ അധികം ഫലം നിനക്ക് വേണ്ടി കായ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആഗ്രഹിച്ചാൽ, നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നടന്ന ദൈവവചന ശുശ്രൂഷയാൽ തന്നെ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അതിന് മാറ്റം വരുത്തുവാനും ഇടയായിട്ട് തീരും. അധികം ഫലം കായ്ച്ചാൽ പിതാവ് മഹത്വപ്പെടും എന്നുള്ളത് നാം അറിയണം. അതിന്റെ ഒരു വാക്കുകൂടെ അവിടെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്നാണ്. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അധികം ഫലം കായ്ക്കുന്നവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. അതാണ് ലോകം അറിയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരാം. അവിടെ എന്താ വായിക്കുന്നത്? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അതും വ്യക്തിപരമാണ് കേട്ടോ. അപ്പനെ നോക്കി അമ്മയെ നീക്കിക്കളയാണ്ടൊന്നും ദൈവം ഇരിക്കില്ല. മാതാപിതാക്കളെ നോക്കി മക്കളെ ഒന്നും ദൈവം വെറുതെ വിടില്ല. അവന്റെ അപ്പനും അമ്മയും നല്ല ഭക്തന്മാർ, അതുകൊണ്ട് മക്കളെ ഒന്നും തൊടണ്ട ഇല്ല. ആരാണോ അവനിൽ കായ്ക്കാത്ത കൊമ്പ്, ആ കൊമ്പിനെ ദൈവം നീക്കിക്കളയും. എന്നിൽ വസിക്കാത്ത കൊമ്പ്, അങ്ങനെ അല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. കർത്താവിനോട് കൂടെ പിതാവായ ദൈവം നേരത്തെ കേട്ടതുപോലെ തന്റെ വലം കൈയാൽ നട്ടതാണ്. പക്ഷെ അവനിൽ എന്തില്ല? ഫലമില്ല. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോ അവിടെ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ഒടുവിലേക്ക് വരുമ്പോ നാം വായിക്കുന്നുണ്ട് 5-ാം വാക്യത്തിൽ, വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? താഴെ വായിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. മഴ പെയ്യരുതെന്ന് ഞാൻ കൽപ്പിക്കും. പിന്നെ ആ തോട്ടം എങ്ങനെ ഇരിക്കും? എനിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു വഴിയുണ്ട്, ഞാൻ അതിലൂടെ പോവുള്ളൂ. ഓക്കെ, ഇനി പൊക്കോ. പക്ഷെ കർത്താവിന്റെ സംരക്ഷണം കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. നിന്റെ ആവശ്യത്തിന്റെ മധ്യ നിലവിളിച്ചാൽ അത് കേൾക്കില്ല. കാരണം എന്താ? നീ ഇപ്പോൾ അവനിലല്ല വാസം. അവന്റെ കൂടെ ഇരിക്കാനല്ല നിന്റെ താല്പര്യം. അവനോട് കൂടെ ഇരിക്കാൻ, അവനിൽ ഫലം കായ്ക്കുവാൻ നിനക്ക് മനസ്സില്ല. നിന്റെ താല്പര്യം മറ്റു പലതുമാണ്. കർത്താവ് പറയാണ്, വേലി പൊളിച്ചു കളയും, മതിലിടിച്ചു കളയും എന്നൊക്കെ പറയാൻ എന്താ അർത്ഥം? നിനക്ക് കിട്ടേണ്ടുന്ന സുരക്ഷിതത്വമെല്ലാം ദൈവം തമ്പുരാൻ പൊളിച്ചു മാറ്റുമെന്ന എൻ്റെ അർത്ഥം. ദൈവം തമ്പുരാൻ അങ്ങ് മാറ്റിക്കളയും. പിന്നെ ആരാ കാവല്? ഇനി ആ 80-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെയും നാം എന്താ വായിക്കുന്നത്? 80-ാം സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട്, വഴി പോകുന്നവരൊക്കെ പറിപ്പാണ്ടൊക്കെ വണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്?
കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. കണ്ടവർക്ക് തിന്നു തീർക്കാൻ വേണ്ടിയുള്ള തോട്ടമായി പിന്നെ അത് മാറും. നമ്മെ ഓരോരുത്തരെ കുറിച്ച് നാം ചിന്തിക്കണം. ഞാൻ എൻ്റെ കർത്താവിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിൽ അധികം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അവൻ എന്നെ നീക്കിക്കളയും. നമുക്കാരും നീക്കാനുള്ള വാശൊന്നും കൊട്ടാൻ പറ്റില്ല. അത് കർത്താവ് ചെയ്യും. ആ വിതക്കാരന്റെ ഉപമ കർത്താവ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. വിതക്കാരന്റെ മറ്റൊരു ഉപമ പറയുമ്പോൾ കളയും കൂടെ വളർന്നു വന്നു. ഞങ്ങളത് പറിച്ചു കളയരുത്, വേണ്ട, അവിടെ നിൽക്കട്ടെ, കൊയ്ത്ത് വരെ അതങ്ങനെ വളരട്ടെ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തോടു കൂടെ, കർത്താവിന്റെ കൂടെ വസിച്ച് അവനിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ദൈവം ആ വ്യക്തിയെ നീക്കിക്കളയും. അവന്റെ മതില് എല്ലാം പൊളിച്ചു കളയും, വേലി പൊളിച്ചു കളയും. കണ്ടവരൊക്കെ പിന്നെ തോട്ടത്തിൽ കയറി പറിച്ചു തിന്നാൻ തുടങ്ങും. മറ്റുള്ളവർ നമ്മെ അടിമകളാക്കും. എത്രയോ ഭയാനകമായ ഒരനുഭവമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പ്രൂണിങ് ഇവിടെ നടക്കുമ്പോൾ, അതായത് ഈ മാളിക മുറിയിൽ ഈ പ്രൂണിങ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വ്യക്തിയെ ദൈവം നീക്കിക്കളഞ്ഞു, അല്ലേ? അതാരെ? യൂദാനെ, അല്ലേ? ഒരാള് സ്വപ്നം കണ്ട കാര്യമല്ല, ഒരു ശിഷ്യന്മാർക്കും മനസ്സിലായ കാര്യമല്ല. പക്ഷെ ആ വ്യക്തി ആരായിരുന്നില്ല? കർത്താവിൽ കായ്ക്കുന്ന കൊമ്പ് ആയിരുന്നില്ല. ആ കൊമ്പിനെ കർത്താവ് നീക്കിക്കളഞ്ഞു. അവനെ പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, നമുക്കാർക്കും അത് ഭവിക്കാതിരിക്കട്ടെ. അവനിൽ ചേർന്നിരുന്ന് ഫലം കായ്ക്കുവാൻ നമുക്കിടയാകട്ടെ. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് എന്താ? എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. ഏതാണത്? കർത്താവ് ഒരു കാലത്ത് തന്റെ വലം കൈ കൊണ്ട് നട്ടു എന്ന് പറഞ്ഞ കൊമ്പ. അവന് വേണ്ടി എല്ലാം ചെയ്ത ഒരു കൊമ്പായിരുന്നു. പക്ഷേ ആ കൊമ്പ് എന്ത് ചെയ്തില്ല? അവനിൽ ഫലം കായ്ച്ചില്ല. അവനിൽ കായ്ക്കാത്ത കൊമ്പ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വചനത്തെ ഈ കൊമ്പ് 100% നിരസിച്ചു കളഞ്ഞു. എനിക്ക് മുന്തിരിവള്ളിയുടെ ആവശ്യമൊന്നും, സ്വയം വളരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ദൈവം നീക്കിക്കളഞ്ഞു ആ കൊമ്പിനെ. മുന്തിരിവള്ളിയിൽ നിന്ന് വെട്ടിമാറ്റിയാൽ പിന്നെന്താ സംഭവിക്കുക? അത് ഉണങ്ങും. അതും ഓരോ ബ്രാഞ്ചസ്, എവറി ബ്രാഞ്ചസ് എന്നാണ്, ഓരോ ശാഖയെയും അവൻ വെട്ടും. എന്നിട്ട് ഈ വെട്ടി മാറ്റപ്പെട്ടതിനെ എല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും? അതിനെ കത്തിക്കും. നമ്മൾ നിസ്സാരമായിട്ട് ഈ വേദഭാഗത്തെ നമ്മൾ കാണുന്നു. ബന്ധങ്ങൾ നല്ലതാണ്. കർത്താവുമായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമാണ്. അത് ആത്മബന്ധമാണ്, അത് ജീവൽ ബന്ധമാണ്, അതൊരു സജീവമായ ബന്ധമാണ്. ആ ബന്ധം നമ്മുടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്നിൽ വസിക്കുക, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ 100% അംഗീകരിച്ച് നാം ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം ഫലം കായ്ക്കുന്നവരാണ്. അങ്ങനെ നാം ഫലം കായ്ക്കുന്നുവെങ്കിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കും. അങ്ങനെ നമ്മൾ അധികം ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടും. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും. നമ്മെ ലോകം അവന്റെ ശിഷ്യന്മാരെന്ന് പറയും. അല്ല, ഈ വചനത്തെ നാം തിരസ്കരിച്ചാൽ, അവനിൽ ഫലം കായ്ക്കുവാൻ എനിക്കും നിങ്ങൾക്കും മനസ്സില്ലെങ്കിൽ അവൻ വെട്ടിക്കളയും. ഒരു കരുണയുമില്ലാതെ അവൻ നമ്മെ വെട്ടിക്കളയും.
ആ വക ചേർത്ത് തീയിലിട്ട് ചുട്ടുകളയും. കാരണം ഈ കൊമ്പ് നിമിത്തം ദൈവനാമം മഹത്വപ്പെടുകയല്ല ചെയ്യുന്നത്, ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയത്തോടുകൂടെ ഈ തിരുവെഴുത്തുകളെ ഓർക്കുക, ധ്യാനിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിന് തടസ്സമായിട്ട് അങ്ങയോട് ചേർന്നിരിക്കുന്നതിൽ വന്നുപോയ പരാജയങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും ഫലം കായ്ക്കുന്നവരാണ് എന്ന് വരികയും കർത്താവെ, എന്നെ അവിടുന്ന് ചെത്തി വെടിപ്പാക്കണം. അധികം ഫലം കായ്ക്കുവാൻ എനിക്ക് കൃപ നൽകണം. അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ വലിയ വിപത്ത് നമ്മെ കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ഇന്ന് രാത്രികാലം പിരിഞ്ഞു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.